ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ ഫാമിലി അടുത്തൊന്നും എയറിൽ നിന്ന് ഇറങ്ങാൻ ഒരു സാധ്യതയില്ല. അവർ വീണ്ടും എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മുമ്മ ഇഷ്യൂ കഴിഞ്ഞ്, അപ്പച്ചി ഇഷ്യൂ കഴിഞ്ഞ് പുതിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസി കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എയറിൽ പോകാനായിട്ടുള്ള പുതിയ കാര്യം. അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസൊക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പം ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പോൾ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഏറ്റ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവും നമുക്ക് മാറ്റിവിടും. അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റായിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പോൾ ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ, ഇപ്പോൾ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവനിഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അത് ആ കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കുഞ്ഞാണ്. അപ്പോൾ എന്തായാലും വരുന്ന എല്ലാവരും ആ കുഞ്ഞിനെ എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണ്, കുട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു തരില്ല എന്ന്. അതെന്താണ്, ഇവർ പിള്ളേരെ പിടുത്തക്കാരെയാണ് ഈ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത്? ഈ ദിയ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരത്തി ശരിക്കും പലപ്പോഴും ഏറിപ്പോകാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഇതുപോലെ പറയുന്ന എന്തെങ്കിലും സംസാരങ്ങൾ തന്നെ ആയിരിക്കും. അവർ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു തരുന്നത്, അല്ലെങ്കിൽ അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി തിരിച്ചു തരില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവരെന്തായിരിക്കും ശരിക്കും വിചാരിക്കുന്നത്? അവരതിനൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകും. പ്രത്യേകിച്ച് ഇവർ ഇത്രയും ഗ്രാൻഡായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതായത് ഇവർ പറയുന്നത് പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ കെ ഫാമിലി ഫുള്ളുണ്ട്, പക്ഷേ അശ്വിൻ്റെ ഫാമിലി ആരും അവിടെ ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മുൻപിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ അഹാന അപ്പച്ചിയോട് മാറി നിൽക്കാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുള്ള വീഡിയോ. ആ വീഡിയോയുടെ താഴെ കുറച്ച് പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അഹാന അപ്പച്ചിയോട് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാനല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. ആ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്നത് നിങ്ങളോടാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇതേപോലത്തെ ഒരു ഫംഗ്ഷന് ഇങ്ങനെ വിളിച്ചു ഒരുങ്ങിയൊക്കെ വന്ന ശേഷം നിങ്ങളോട് ഇങ്ങനെ മാറി നിൽക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അവസ്ഥ, അതും ഇത്ര കുറച്ച് പേരേ ഉള്ളെങ്കിലും ഇവർ പറയുന്നത് ഇവരുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആ ഫാമിലി ഫുള്ള് ആ സ്റ്റേജിലുണ്ട്. പിന്നെ ഇവർ മാറി നിൽക്കൂ, കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യരില്ല. ആ ചെയറുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ പോയി അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരാൾ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ വേറൊരു വീഡിയോയിൽ ഇവർ വഴി കൂടി പോണവരെയൊന്നും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല, ഇവരുടെ അമ്മേനെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് പുള്ളിക്കാരത്ത് കഴിഞ്ഞ തവണ ഏറിപ്പോയത്. ഈ വീഡിയോയുടെ താരം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. ശരിക്കും ഒരു പോസിറ്റീവായിട്ടിരിക്കേണ്ട വീഡിയോ ആയിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്, മലേഷ്യ ട്രിപ്പ് പോയിട്ടുള്ള ഒരു വീഡിയോ. ഇവരിതിൻ്റെ താഴെ ഈ ഒരു ഒറ്റ വാക്ക് കൊണ്ട് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് ഇവർക്ക് വരാൻ കാരണം. പിന്നെ ഇവർക്കതൊന്നും വിഷയമല്ല, ഇവരത് കുറച്ച് നേരം കഴിയുമ്പോൾ ഡിലീറ്റ് ആക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട്, എന്താണ്, ഇപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ ഇവരുടെ ഈ ഫാമിലീസ് മാത്രം ഉൾക്കൊണ്ട ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പോയ ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് ആൾക്കാരെ വിളിച്ചൊരു ഫംഗ്ഷൻ നടത്തിയ ശേഷമാണ് ഇവരിങ്ങനെ പറയുന്നതെങ്കിൽ അവരുടെ അവസ്ഥ, അവർ ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. കോമഡി ആയിരിക്കും. വലിയ സമകാലിക വിഷയമൊന്നും അല്ല, എങ്കിലും കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടെന്ന് തന്നെ കാണാം.